അയ്യോ വെള്ളം വേറെ എന്തെങ്കിലും പട്ടറിയാണെങ്കിലും കുഴപ്പമില്ല. അത് ആഹാരം ഇല്ലേലും ഇന്നലെ രാവിലെ തൊട്ട് നിങ്ങൾ വെള്ളം കുടിക്കാന്ന് വെള്ളം കുടിക്കാനുണ്ടോ? 3 ലിറ്റർ വെള്ളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എവിടെ കുടിക്കാനാ? 3 ലിറ്റർ വെള്ളം കൊണ്ടാണ് വൈകിട്ട് വരുന്നത്. രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കാൻ പോലും വെള്ളമില്ലെന്ന്. നമ്മൾ ഈ 40-45 കൊല്ലം ഇവിടെ തന്നെ താമസിച്ചിട്ട് ഈ വർഷമാണ് ആദ്യമായിട്ടാണ് നമുക്ക് ഈ വെള്ളമില്ലാതെ ഇപ്പൊ. നീയാൻ തൊട്ട് വെള്ളമില്ല. നമ്മുടെ ഈ മുകളിലെങ്ങും വെള്ളമില്ല. എന്നിട്ട് ഇവിടെ നമ്മൾ വെള്ളമില്ലാതെ ഇരുന്നു. ഒരിടത്തും വെള്ളം പോയി കൊണ്ടുവരാനില്ല, പറ്റുകയില്ല. ആരോടെല്ലാം പറയണമെങ്കിൽ നമ്മൾ താഴെ 1 കിലോമീറ്റർ ഇറങ്ങിപ്പോണം. എല്ലാവർക്കും ഭയങ്കര തിരക്ക് പണിയാ വണ്ടി വർക്ക്. പിന്നെ ഇപ്പൊ നമ്മൾ ആരോടാ പറയണ്ടേ? നമ്മുടെ അലാറം സിസ്റ്റം അടിക്കുന്നുണ്ടോ രാത്രി? അടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് വെച്ചപ്പോ 5 ലിറ്റർ പ്രാവശ്യം അടിച്ചു. ഇത് വന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉറക്കമുണ്ട്. സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലേ? കുറച്ച് ഒന്നാ ഉറങ്ങുള്ളൂ, പിന്നെ ഉറങ്ങിയല്ല. മറ്റേന്ന് പറഞ്ഞാൽ രാത്രി ഇങ്ങനെ ഓരോ ഒച്ച കേൾക്കുമ്പോ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല. പേടിച്ചിട്ടല്ലേ? എന്തെങ്കിലും ഒച്ച കേട്ടാ മതി, എലി ചാടിയാ മതി, ഉറക്കം പോകും. നല്ലൊരു കമ്പി ചാടിയാ മതി. പേടിച്ചിട്ടാ കിടക്കുന്നത്. അതെ. വെള്ളം കൊണ്ടുവന്നു കേട്ടോ. താഴെ നെല്ലോക്കി ടൗണിൽ നിന്ന്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ ചപ്പമല എന്ന് പറയുന്ന പ്രദേശത്താണ്. ചപ്പമല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ മത്തഞ്ചേട്ടൻ്റെയും ഫാമിലിയുടെയും അടുത്താണ് ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. പക്ഷേ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നടന്നൊരു സംഭവമാണ് നിങ്ങളെ അറിയിക്കാനായിട്ട് പോകുന്നത്. അതായത് ഞാനൊരു സംഭവം പറയാം. അതായത് ഞാൻ ഇന്നലെ വൈകിട്ട് നമ്മളവിടെ ക്യാമറ വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ക്യാമറ വെച്ചിട്ടുണ്ട്, ഒരു അലാം സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമറ വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമറയ്ക്ക് ചെറിയ എന്തോ ഒരു കംപ്ലയിൻറ്റ് കാണിച്ച് കഴിഞ്ഞപ്പോൾ ക്യാമറയുടെ വർക്കിംഗ് നേരെയാണോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറയുടെ അടുത്തേക്ക് ഒന്ന് പോയതാണ്. അതായത് ആ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള പ്രദേശത്താണല്ലോ ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ ചെന്നു. അവിടെ ക്യാമറ ഒന്ന് ഓഫാക്കി ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമറയുടെ പ്രശ്നമൊക്കെ ശരിയായി. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ മത്തഞ്ചാനെയും ചേച്ചിയെ ഒന്ന് കണ്ട് അവരോട് ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് പോകാമെന്ന് ചേച്ചി അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ചേച്ചി സാധാരണ കയറിയിരിക്കും മോനെ എന്നൊക്കെ പറയുന്ന ചേച്ചി ഇന്നലെ പക്ഷേ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താണ് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ചായയൊക്കെ വെച്ച് തരുന്നുണ്ട്, പക്ഷേ വെള്ളമില്ല കേട്ടോ, അങ്ങനെ വെള്ളമില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തൊരു ചായ വെക്കാൻ വെള്ളം ഇല്ലെങ്കിൽ അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു സാരമില്ല, ഞാൻ പറഞ്ഞു സാരമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഉടനെ പറഞ്ഞു വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തൊട്ട് മോനെ കാത്തിരിക്കുക, മോൻ വരുമ്പോൾ മോൻ വെള്ളത്തിനുള്ള സംവിധാനമാക്കി തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ മുതലൊരു കഞ്ഞി വെക്കാൻ പോലും വെള്ളമില്ല, അതുകൊണ്ടൊരു കഞ്ഞി പോലും കുടിക്കാതെ ഞങ്ങൾ പട്ടിണി കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ മുതൽ ഇവരിങ്ങനെ പട്ടിണി കിടക്കുകയാണ്. ഒരു കുറച്ച് വെള്ളം എന്തോ ഒരു കലത്തിലൊരു ഇച്ചിരി വെള്ളമുണ്ട്, അത് മാത്രം കുടിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഇവർ നിൽക്കുകയാണ്. എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നി. ആ ഒരു പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ, പട്ടിണിയാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെയധികം സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട, ഭക്ഷണമൊന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ പറഞ്ഞു ചേച്ചി പറഞ്ഞു
നീ കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ ഞാൻ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഇത്രയും വൈകില്ല. കാരണം ഞാൻ ഇന്നലെ വൈകിയാണ് ഇച്ചിരി പോയത്. അപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ നീ ഇനിയിപ്പോൾ താഴെയൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇരുട്ടാവും. പിന്നെ നീ ഇരുട്ടത്ത് ഇതിലായി നടന്ന് കയറി വരണ്ടേ, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. മോൻ വരുമ്പോൾ അവൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നോളുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ സങ്കടമായി പോയി. എന്നാലും ഞാൻ മകനെ വിളിച്ചു. ഷിൻഡോ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയെ വിളിച്ചു. പുള്ളി പറഞ്ഞു ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ എത്താറായി, കൊട്ടിയൂർ എത്താറായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ ടൗണിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയെ കണ്ടു. അപ്പോൾ പുള്ളി ഇവിടെ വെള്ളം എത്തിക്കാനുള്ളൊരു സംവിധാനം അറേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു തത്രപ്പാടിലാണ്. അപ്പോൾ നോക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ വാടകയ്ക്ക് ടാങ്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പുള്ളി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും കിട്ടുന്നില്ല. ടാങ്ക് വാടകയ്ക്ക് കിട്ടുന്നൊരു സാഹചര്യം ഇല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ മെമ്പറോടൊക്കെ ചോദിച്ചു. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ അറിയാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു സ്കീമില്ല, പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ള രീതിയിലും അവരും പറഞ്ഞു എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഒരു ഹാർഡ്വെയർസ് കടയുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് പുള്ളി എന്തോ ചെറിയ 30-ൻ്റെയോ 50-ൻ്റെയൊക്കെ ക്യാന് മേടിച്ചിട്ട് ആ ക്യാനിൽ വെള്ളം കൊണ്ടുപോകാം എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു തീരുമാനമായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഹാർഡ്വെയർ ഷോപ്പുണ്ട്, ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ ഷോപ്പ്. ആ ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അതിൻ്റെ ഓണർ സൈനു എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, പുള്ളി ഒരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് പറഞ്ഞു. അതായത് ഈ ഒരു ചെറിയ സാധനം ഇത്രയും വെള്ളമായിട്ട് നീ ഈ ജീപ്പും വിളിച്ച് അവിടെ മുകളിൽ ചെന്ന് ആ ചിലവ് കൊടുത്തിട്ട് ഈ വെള്ളം എന്തായാലും അവർക്ക് ഇനിയും മുന്നോട്ട് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഏതായാലും അവിടെ പുതിയ ടാങ്ക് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ടാങ്കിൻ്റെ അകത്ത് മുഴുവനായിട്ടും വെള്ളം നിറച്ചില്ലെങ്കിൽ അതുകൊണ്ട് എന്താ ഉപകാരം? ഇത്രയും വണ്ടിക്കൂലി മുടക്കി പോകുന്നതല്ലേ, അതല്ലേ അതിൻ്റെ നല്ലത്. നീ എനിക്ക് ഇത്രയും ദൂരം, കാരണം പുള്ളി വയനാട്ടിലാണ്, അവരുടെ മകൻ വയനാട്ടിലാണുള്ളത്, ഷിൻഡോ എന്ന് പറഞ്ഞ ആൾ വയനാട്ടിലാണുള്ളത്. അപ്പോൾ പുള്ളി ഇത്രയും ദൂരം നിനക്ക് എല്ലാ ദിവസവും വെള്ളം വന്ന് ആക്കി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അത് നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ പിന്നെ അതെന്താ ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയ ടാങ്കൊക്കെ കൊണ്ടുപോയി വെച്ച് സിറ്റിയിൽ നിന്നൊക്കെ കണ്ടാണ്. അന്ന് കണ്ണുനീര് പോലെയാണ് വെള്ളം വന്നിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ചൂടിൻ്റെ ആധിക്യം മൂലം വെള്ളം എല്ലാം വറ്റി. അന്ന് തന്നെ വെള്ളം ഇല്ലായിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും വറ്റി. അവർക്ക് എവിടെ നിന്നും വെള്ളം കിട്ടാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ഏതായാലും അത്രയും ടാങ്ക് നിറയ്ക്കാതെ നിവൃത്തിയില്ല എന്നുള്ളത് മനസ്സിലായി. അതാണ് ഏറ്റവും നല്ല ഐഡിയ എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെയുള്ളൊരു മാർഗ്ഗം, അപ്പോൾ ഈ കടയിലുള്ള ഷോപ്പ് ഓണർ പറഞ്ഞു, അതായത് നിങ്ങൾ പുതിയ ടാങ്ക് ഒരു ടാങ്ക് അങ്ങ് മേടിക്ക്, എന്നിട്ട് അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് ഇവിടെ വെള്ളമുണ്ട്, ഞങ്ങളുടെ ഷോപ്പിൽ ടാങ്കിൽ വെള്ളമുണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് കൊണ്ടുപോകും, അത്യാവശ്യം അവരുടെ കാര്യങ്ങൾ നടക്കട്ടെ, അല്ലാതെ ഇനിയിപ്പോൾ പൈസ നോക്കിക്കൊണ്ട് നിന്ന് അവസാനം വെള്ളത്തിന് ബുദ്ധിമുട്ടാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മനസ്സോടെ ആണെങ്കിലും, കാരണം ഒരു പുതിയ ടാങ്ക് അതിന് വേണ്ടി മേടിക്കേണ്ടി വരികയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമാണ് അത്രയും പെട്ടെന്ന് ഒരു പുതിയ ടാങ്ക് മേടിക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം പുതിയ ടാങ്ക് ഇന്നലെ മേടിച്ചു. ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് തന്നെ ആ ഒരു ടാങ്ക് മുഴുവനായിട്ടും നിറച്ചു. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയി. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു 4-5 ദിവസമായിട്ടുള്ള നമ്മൾ പുതിയ ടാങ്ക് അവിടെ മേടിച്ച് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു ടാങ്ക് പിടിപ്പിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് വെള്ളമില്ലാതായെന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ വിഷമം തോന്നി. കാരണം അതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലാതായിപ്പോയല്ലോ എന്നുള്ള രീതിയായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചേച്ചിയും ചേട്ടനും തന്നെ 19 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു വെള്ളം തീർന്നു പോകുന്നൊരവസ്ഥ ആദ്യമായിട്ടാണ്. ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പൈപ്പിന് വെള്ളം ഇടാൻ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം മുഴുവനായിട്ടും വറ്റിപ്പോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ കാലാവസ്ഥയൊക്കെ മാറി വളരെ ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുകയാണ് ഈ പ്രദേശത്തൊക്കെ. അങ്ങനെ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഒരു 3-4 പേര് കുറേ നേരം കഷ്ടപ്പെട്ടാണ് ആ വെള്ളം ഇവിടുന്ന് മുകളിലേക്ക് എത്തിച്ചതും ആ ഒരു ടാങ്ക് നിറച്ചതൊക്കെ കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇന്നലെ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പോയൊരു സംഭവമല്ലായിരുന്നു, പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് വന്നൊരു വിഷയമായിരുന്നു. ഞാനിത് നോക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് പോയതായിരുന്നു. ആ സമയത്താണ് ഇത് നടന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധാരണ ഫോൺ വെച്ച് ഞാനപ്പോൾ അവിടുന്ന് പകർത്താൻ പറ്റിയ കുറച്ച് വിഷ്വൽസുകളുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇന്നലെ എന്താ സംഭവിച്ചതെന്നുള്ളത്. ആ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന്, അതായത് ഉസ്താദ് എന്ന് പറയുന്ന ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വെള്ളവും നിറച്ച് വണ്ടി നമ്മൾ മുകളിലേക്ക് പോയി. മൊത്തം 4 പേരുണ്ട്. നമ്മൾ ഈ ഹാർഡ്വെയർ ഷോപ്പിൻ്റെ ഓണർ സൈനു എന്ന് നമ്മൾ വിളിക്കുന്ന ആൾ, അതുപോലെ തന്നെ മത്തഞ്ചേട്ടൻ്റെ മകൻ ഷിൻഡോ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ജയ്മൻ, അതുപോലെ തന്നെ ഞാൻ, അങ്ങനെ 4 പേര്. ഞങ്ങൾ 4 പേരും കൂടെ ഇന്നലെ ഒരു 7 മണി മുതൽ രാത്രി ഒരു 11-11:15 വരെ മെനക്കെട്ട് കേട്ടോ. അങ്ങനെ വെള്ളം നമ്മൾ ആ പുതിയ ടാങ്കിൽ നിറച്ച് ആ ഒരു വണ്ടിക്കകത്ത് കയറ്റി നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി. നമ്മളങ്ങനെ വീടിൻ്റെ തൊട്ട് താഴെ നിർത്തി വെച്ചിട്ട് പൈപ്പിട്ട് മുകളിലേക്ക്, അതായത് അവിടം വരെ എത്താനുള്ള ഏകദേശം
പൈപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ നേരെ അങ്ങോട്ട് പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളം നിറയ്ക്കാനായിട്ടുള്ള ശ്രമമായി. പിന്നെ പക്ഷേ നമ്മളെല്ലാം കണക്ഷനൊക്കെ കൊടുത്ത് വയറും കാര്യങ്ങളൊക്കെ ഇട്ട് കണക്ഷനൊക്കെ കൊടുത്ത് മോട്ടർ ഓണാക്കി കഴിയുമ്പോൾ വെള്ളം കയറുന്നില്ല. ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു, വെള്ളം പകുതി വരെ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറേ നേരം നമ്മൾ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ അവസാനം എന്ത് ചെയ്തു, പൈപ്പ് ഒരു നടുഭാഗം വരെ നിർത്തിയിട്ട്, അതായത് നിങ്ങൾ കണ്ടു കാണില്ല, ആ ഒരു അലക്കുകല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു പ്രദേശത്ത് വരെ എത്തിച്ചിട്ട് അവിടുന്ന് ബാരലിലും മറ്റ് പാത്രങ്ങളിലൊക്കെ നിറയ്ക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും പ്രാക്ടിക്കലല്ലാന്ന് മനസ്സിലായി. കാരണം അത്രയും വെള്ളം ബാക്കി അവിടെ വണ്ടിക്കകത്ത് കിടക്കുകയാണ്. ബക്കറ്റിലും ആ കുഞ്ഞ് ബാരലിനും മാത്രം നിറച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ബാക്കി അത്രയും വെള്ളം വലിയൊരു 1000 ലിറ്ററിൻ്റെ ടാങ്ക് നിറയെ നമ്മൾ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും പൈസ മുടക്കി ഇവിടെ നമ്മൾ എത്തിച്ചിട്ട് അത് ഒരു ഉപകാരമില്ലാതെ ആവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, വീണ്ടും വണ്ടി കുറേ കൂടെ മുന്നോട്ട് കയറ്റി നമ്മൾ കുറേ കൂടെ മുകളിലേക്ക് കയറ്റിയിട്ട് മുകളിലത്തെ ഭാഗത്തിട്ടു. ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ പൈപ്പ് ചെരിച്ച്, അതായത് കയറ്റം കുറച്ച് നമ്മളിട്ടു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗം വരെ എത്തി വെള്ളം. അത് 2 സെക്കൻഡ് അടിക്കും അല്ലേ? ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ആക്ച്വലി നല്ല ധൈര്യക്കുറവുണ്ട്. കാരണം നമുക്കറിയാം ആനയും മറ്റ് ജീവികളൊക്കെ ഉള്ള പ്രദേശമാണ്. ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ സൈഡും നോക്കിയാട്ടോ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു വണ്ടിക്കകത്താണ് വെള്ളം കൊണ്ടുവന്നത് കേട്ടോ. താഴെ നീണ്ടു നോക്കി ടൗണിൽ നിന്ന് വെള്ളം അടിച്ച് ഈ ടാങ്ക് നിറച്ച് കൊണ്ടുവന്നതാണ്. വെള്ളമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാട്ടോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോട്ടർ വെള്ളം അടിച്ചിട്ട് ഇത്രയും കയറ്റം കയറുന്നില്ല കേട്ടോ. അപ്പോൾ പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോൾ അവരെ പാത്രത്തിൽ പിടിച്ച് വെക്കാമെന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുക കേട്ടോ. മോട്ടർ കയറാനെന്നുള്ള സംശയത്തിൻ്റെ പേരിൽ വേറെ മോട്ടർ എടുക്കാനായിട്ട് 2 പേര് താഴേക്ക് പോയി. അപ്പോൾ ഇറക്കി വെച്ചാണ് ഇതൊന്ന് ചെക്ക് ചെയ്തപ്പോൾ നോക്കുമ്പോൾ ഉണ്ടായിരുന്ന മോട്ടറിൻ്റെ ഇടയ്ക്ക് എന്തോ കരടോ കല്ലോ എന്തോ കുടുങ്ങി ബ്ലോക്കായി പോയതാണ്. അപ്പോൾ അതിപ്പോൾ റെഡിയാക്കി ഇനിയിപ്പോൾ നമ്മൾ മോട്ടർ അടിക്കാൻ പോവാണ്. വരുന്നുള്ളോ ഇല്ല ഇത് കൂടെ 2 മേടിച്ചാൽ മതി. അതൊക്കെട്ട് ചേട്ടാ അത് ഓഫാക്കി. ഇതിനകത്ത് എന്തൊക്കെയോ കിടക്കുന്നു. അല്ല അത് സാധനമാണ്. അത് ഇതിനകത്ത് തെളി മാത്രം എടുത്താൽ മതിയല്ല. ഊറി കഴിയുമ്പോഴേ ഇവിടെ പെട്ടെന്ന് എത്തിയില്ലടാ. ഇവിടെ അങ്ങോട്ട് ഇത്ര കയറ്റാ. അതാണ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചാൽ മതി. മറ്റേ ടാങ്കേ വണ്ടി കൊണ്ടോണ്ടേ. ഇത് എത്ര ടാങ്ക്? ഇത് 200 ലിറ്റർ. ഇത് കൂടെ നല്ല മേടിച്ചാലും മതിയായിരുന്നു. മറ്റേ 5000 രൂപ മുടക്കുന്നതിന് മുതലേ കൊണ്ടുവരണ്ടടാ. ഈ കണക്കിനാണെങ്കിൽ എന്നാലും ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. 200 ലിറ്റർ ഇങ്ങോട്ട് ചോദിച്ചു തരാൻ പറ്റിയല്ലോ. അത് സത്യം. നീ വെള്ളം കൊണ്ട് വയ്ക്കാൻ പോകണോ അതിനകത്ത്? ഇതുണ്ടോ ആ വെള്ളം മുകളിലേക്ക് കയറാത്തത് കൊണ്ട് നമ്മളിവിടെ ആൾക്കാരുള്ള പാത്രത്തിലൊക്കെ നിറയ്ക്കും കേട്ടോ. വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. നമ്മൾ മെനക്കെട്ടിട്ട് ഒരുപാടില്ലാതായിപ്പോയി കേട്ടോ. രാത്രിക്ക് ഇനിയിപ്പോൾ ഒരു രാവിലെ മുതൽ പട്ടിണി കിടക്കുന്നത്. ഇനിയിപ്പോൾ അത്യാവശ്യം കഞ്ഞി വെക്കാനുള്ള പരിപാടി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കേട്ടോ. ഇല്ല ആയില്ലാന്നുള്ളൂ. വേറെ മാത്രമില്ല. ഇത് ഫുള്ള് കുറച്ചാൽ കയറുമല്ലോ. മറ്റന്നേരത്തിന്റെ പറയാൻ പറ്റില്ല. കുറഞ്ഞ ഈ സമയത്ത് കറണ്ട് പോയി. ഇപ്പത്തും വെയിറ്റ് കൂടി ഇപ്പത്തും
ഇപ്പം വരും. ഹോസ്പിറ്റലിലൊക്കെ നേരത്തെ ഒരു ഒക്കെ ഉള്ളവയ്ക്കുന്നത് ഞെക്കി വെക്കുമ്പോഴത്തേന് അതെ. നമ്മുടെ അലാറം അടിച്ചാൽ രക്ഷപ്പെട്ടു. മുകളിലേക്ക് പൈപ്പ് മുകളിലേക്ക് വെള്ളം കയറാത്തതുകൊണ്ട് ബക്കറ്റിൽ കോരി നിറയ്ക്കും കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ ഒരു ബേസിൻ്റെ അകത്ത് നമ്മൾ ഇത് നിർത്തി ബേസിൻ്റെ അകത്തോട്ട് വെള്ളം ചാടിച്ച് ബേസിൻ്റെ അകത്ത് നിന്ന് പിന്നെ കോരി കൊണ്ടുപോയി ഈ ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്ക് നിറയ്ക്കുമായിരുന്നു. അതെല്ലാവരും മാറി മാറിയാണ് വെള്ളം കോരിയതും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അങ്ങനെ ഒരു രാത്രി ഒരു 7 മണിക്ക് തുടങ്ങിയ ഒരു പരിപാടി രാത്രി ഒരു 11:15 വരെ ഉണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയും സമയം നമ്മളതിനു വേണ്ടി മെനക്കെട്ടു. അതായത് വെള്ളത്തിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ അത്രത്തോളം ബുദ്ധിമുട്ടി. ഒരു കുടിവെള്ളം ഇല്ലെങ്കിൽ പിന്നെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. രാവിലെ കട്ടക്കളത്തിലിടാം, അതുകൊണ്ട് കുഴപ്പമില്ല. അത്തം കിട്ടിയാൽ മതി. 15 ലിറ്റർ വെള്ളം പോകും. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചേക്കും. വെള്ളം ഇല്ലാത്ത വെള്ളം വന്ന് നിറഞ്ഞ് കുളിക്കാനാണല്ലോ നമുക്ക് ഞാൻ വെള്ളം മയ്യ കുളിക്കാൻ ഒരച്ചൊക്കെ കുളിക്കുന്ന ഒരു വാരാവള്ളി കയറിക്ക് വേറെ വാരല്ലോ മനുഷ്യ വാരാവള്ളി ഉണ്ട്. എന്തെല്ലാം സാധനം മുള്ളൊന്നല്ല വള്ളിയാ. പൊട്ടിച്ചു ഞാൻ വെള്ളിയിട്ടില്ലേ ഇതല്ലേ വെള്ളി അത് ഇട്ടിട്ട് കേട്ടല്ലോ. ഇതിൽ നോക്കില്ല. അത് കേട്ടാ ശരി ശരി. പുള്ളി ഉള്ളതുകൊണ്ട് ഈ പരിപാടി നടന്നല്ലേ? സത്യം. പുള്ളി ഉള്ളതുകൊണ്ട് ഇത്ര നേരം മെനക്കെട്ട് കേട്ടോ. 11 മണിയായില്ലേ? 11 മണിയായില്ലേ? നമ്മൾ 7:30 തുടങ്ങിയ പണിയാ. പുള്ളി ഇത്ര നേരം ഇതിനുവേണ്ടി ഒരു കടക്കാരും നിൽക്കുക. ആരും നിൽക്കൂല. ഒരാൾ നിൽക്കൂല. ആരും നിൽക്കൂല. സൈനിക റോഡിന്റെ വരദാന. അതേന്നല്ല വെള്ളം കയറുന്ന ഒരു തൊട്ടിൽ ആളുകൾ വെള്ളം കയറി ഒരു തൊട്ടിന് ചെരുവത്തിൽ പിടിച്ച് വീണ്ടും ഇതേപോലെ കൊണ്ടുപോകും. ഇല്ല പോടാ. നമ്മളൊക്കെ ടാപ്പ് തുറന്ന വെള്ളം കിട്ടും കേട്ടോ. അത്ര ബുദ്ധിമുട്ടൊന്നും ആരും നേരിടുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ വെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുടിവെള്ളത്തിൻ്റെ ഒരു വില ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇന്നലെ. കാരണം ആ 1000 ലിറ്ററിൻ്റെ ടാങ്ക് കോരി നിറച്ചപ്പോഴാണ് 1000 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ഉണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടി കേട്ടോ. അതുവരെ നമുക്ക് 1000 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ ഓണാക്കി കഴിഞ്ഞാൽ ടാങ്ക് നിറയുന്നതാണ് 1000 ലിറ്റർ. അപ്പോൾ 1000 ലിറ്റർ എന്തോരം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇന്നലെ ഓരോ തുള്ളി അളന്നെടുത്തു. ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായി. ഇപ്പോൾ ഏതായാലും അവരുടെ ആ ഒരു അനുഭവം അവർക്ക് അത്രയും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ് ഇന്നലെ അങ്ങനെയൊക്കെ പോകാനായിട്ട് സാധിച്ചത്. കുറേ സമയം പരിശ്രമിച്ചിട്ടാണെങ്കിലും ആ ഒരു ടാങ്ക് നിറയ്ക്കാനായിട്ടും സാധിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും അവർക്ക് പിശുക്കി ഉപയോഗിച്ചിട്ടാണെങ്കിലും വെള്ളം അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഇപ്പോൾ ആയി കഴിഞ്ഞു. അതും ശാശ്വതമൊന്നുമല്ല. ഇനിയും ഈ ഒരു പരിപാടി ഇനിയൊരു നല്ല മഴ പെയ്യുന്നിടം വരെ ഇതുപോലെ നമ്മൾ വണ്ടിയും വിളിച്ച് ടാങ്ക് നിറച്ച് ഇതേപോലെ കൊണ്ടുപോയി അതിനകത്ത് നിറയ്ക്കേണ്ടി വരും. അതിനി കുറച്ച് നാൾ തുടരേണ്ടി വരും കേട്ടോ. മിക്കവാറും എനിക്ക് തോന്നുന്ന ഒരാഴ്ചയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതേ പരിപാടി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇതാണ് ഇവരുടെ വെള്ളത്തിൻ്റെ ഒരവസ്ഥ കേട്ടോ. അപ്പോൾ നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. കാരണം ആ നടന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ
ഇത് നിങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധാ ഫോണിൽ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞതും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ ഓരോ സെക്ഷനായിട്ടാണ് നിന്നത്. ഒരാൾ ജീപ്പിൻ്റെ അവിടെ, ഒരാൾ നടുഭാഗത്ത് ഇത് പൈപ്പ് ജോയിൻ്റ് ഉണ്ട്, ആ ജോയിൻ്റ് ഇടയ്ക്ക് പൊട്ടി പോകുന്നുണ്ടെന്ന് നോക്കി നിൽക്കുന്നു, ഒരാൾ അതിൻ്റെ ഇപ്പുറത്തെ ഒരു പ്രദേശത്ത് നിൽക്കുന്നു, അതായത് കറണ്ട് ഓണാക്കുന്ന പ്രദേശത്ത് നിൽക്കുന്നു, ഒരാൾ ഈ ടാങ്കിൻ്റെ അടുത്ത് വെള്ളം വരുന്നുണ്ടെന്ന് നോക്കി നിൽക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ആദ്യമൊക്കെ നിന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നിൽക്കുമ്പോൾ നമ്മൾ ചുറ്റും നോക്കിയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്തെങ്കിലും ജീവികൾ പറമ്പിൽ നിന്നൊക്കെ എന്തെങ്കിലും നടക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാം. പക്ഷേ എന്തെങ്കിലും ആണോ, എന്താണോ, എന്തെങ്കിലും വന്യജീവിയാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് നിന്ന് ഇടയ്ക്കിടയ്ക്ക് പറമ്പിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ച് വിട്ട് പറമ്പൊക്കെ ഒന്ന് വീക്ഷിച്ച് കണ്ട് തന്നെയാണ് നിന്നത്. കാരണം ഏത് സമയത്താണ് എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയത്തില്ല. കാരണം ആനയും മറ്റ് ജീവികളൊക്കെ ഉള്ള പ്രദേശമാണ്. ആ കാണുന്ന തൂണിൻ്റെയും അപ്പുറത്താട്ടോ. എന്നിട്ട് ചെരിച്ച് ഈ പറമ്പിൽ കൂടെ പൈപ്പ് ഇടുമായിരുന്നു. അതായത് കയറ്റം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ഇന്നലെ രാത്രിയൊക്കെ ഞങ്ങൾ ഈ പറമ്പിൽ കൂടെയൊക്കെ, അത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ഇവിടെയൊക്കെ മൊത്തം കരികല പിടിച്ചും ഒക്കെ കിടന്ന സ്ഥലമാണ്. രാത്രി ഇഴജന്തുക്കൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ അതൊക്കെ വകവെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഇതിൻ്റെ അകത്തോടെയൊക്കെ പല പ്രാവശ്യം നടക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തൊന്നും ആർക്കും ഒരു പരാതിയില്ല. അതൊരു കൂട്ടായിട്ടുള്ള ഒരു പരിപാടിയും കൂടെയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവം വിജയിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ഒരു ടാങ്കിൽ ഇതാണ് ടാങ്ക്. ആദ്യം ഞങ്ങൾ വെള്ളം നിറച്ചത് ഇതിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൈപ്പ് ഇട്ടത് ആദ്യം ഇങ്ങനെ വിലങ്ങനെയായിരുന്നു. അത് നടക്കാതെ ആയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വെള്ളം കയറുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ നേരെ ഇങ്ങനെ ഇട്ടു കേട്ടോ. അതായത് വണ്ടി അങ്ങനെ മുകളിലേക്കാണ് ഇട്ടേ. റോഡ് ഇങ്ങനെയാണ് പോകുന്നത്. റോഡ് ഇങ്ങനെ കയറി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വിലങ്ങനെ ഇട്ട് വണ്ടി ആ ഒരു പ്രദേശത്തേക്ക്, അവിടെ ആ ഒരു ഭാഗത്ത് കൊണ്ടിട്ടിട്ട് അവിടുന്ന് പൈപ്പ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അവിടം വരെ എത്തി. ഒരു ധൈര്യത്തിൻ്റെ പുറത്തങ്ങ് പോയതാട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടം വരെയാണ് വെള്ളം എത്തിയത്. ഇവിടുന്ന് കാണുന്ന ഒരു പാത്രത്തിൽ നിറച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഞങ്ങൾ മാറി കോരിക്കൊണ്ടുപോയി നിറയ്ക്കുമായിരുന്നു കേട്ടോ. അതാണ് സംഭവിച്ചത്. സിമൻറ്റ് ടാങ്ക് കംപ്ലീറ്റ് കാലിയാണ്. അതിൻ്റെ അടിയിലൊന്നുമില്ല. ഇത്രയും വെള്ളമുള്ളൂ. ഇതും ഇപ്പോൾ ഒരു ടാങ്കിൻ്റെ അടുത്തായി. ഇത്രയും വെള്ളമാണ് ഇന്നലെ രാത്രിയാണ് കേട്ടോ ഇത് നിറച്ചത്. പക്ഷേ നമ്മളിത് 3/4 ടാങ്ക് നിറച്ചാണ്. ഇന്നത്തെ ഉപയോഗത്തിലായിരിക്കും ബാക്കി ഒരു 1/4 ടാങ്ക് തീർന്നത്. ഇന്നലെ വലിയൊരു സംഭവമായിരുന്നു അല്ലേ? രാവിലെ തൊട്ടല്ല, മിനിഞ്ഞാന്ന് തൊട്ട് വെള്ളമില്ല. നമ്മുടെ ഈ മുകളിലെങ്ങും വെള്ളമില്ല. എന്നിട്ട് ഇവിടെ നമ്മൾ വെള്ളമില്ലാതെ ഇരുന്നു. ഒരിടത്തും വെള്ളം പോയി കൊണ്ടുവരാനില്ല, പറ്റുകയില്ല. ആരോടാ പറയുന്നേ? ആരോടെല്ലാം പറയണമെങ്കിൽ നമ്മൾ താഴെ 1 കിലോമീറ്റർ ഇറങ്ങി പോകണം. കൊണ്ട തന്നാലും ആരും അറിഞ്ഞാലും ഇപ്പം അവർക്ക് സമയമില്ല. എല്ലാവർക്കും ഭയങ്കര തിരക്ക് പണിയാണ് വണ്ടിവർക്ക്. പിന്നെ ഇപ്പം നമ്മൾ ആരോടാ പറയണ്ടേ? കിഡ്നി ഇവിടെ വന്നത് കാരണം നമുക്കിപ്പോൾ ഇത്രയും ഗുണം കിട്ടി. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും വെള്ളം കുടിക്കാൻ കിട്ടിയല്ലോ കൃഷ്ണൻ വന്നത് കൊണ്ടല്ലേ. അല്ല പോകും അവനെപ്പോഴും വരും. വെള്ളം ഇല്ലടാന്ന് പറഞ്ഞ വരും. അവിടെ വെള്ളം ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടും. ഇല്ലെങ്കിലില്ല. നമ്മൾ ഈ 40-45 കൊല്ലം ഇവിടെ തന്നെ താമസിച്ചിട്ട് ഈ വർഷമാണ് ആദ്യമായിട്ടാണ് നമുക്ക് ഈ വെള്ളമില്ലാതെ ഇപ്പം. കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വന്ന് ഇന്നലെ ഞാൻ മറ്റേ ക്യാമറ നോക്കാൻ വന്നല്ലേ. അപ്പൊ ഞാൻ എന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് ചേച്ചി പറയാ, അപ്പൊ വെള്ളമില്ലാത്തോണ്ട് ഇങ്ങനെ ഇരിക്കുവാ മോനെ, കഞ്ഞി പോലും വെച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ശരിക്കും എനിക്ക് മനസ്സിലായത്. രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കാൻ പോലും വെള്ളമില്ലെന്നേ. അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ചോദിച്ചില്ലേ ഞാൻ ഭക്ഷണം മേടിച്ചോണ്ട് വരണം. ഞാൻ സത്യം പറഞ്ഞാൽ ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാന്നുള്ള വിചാരിച്ചിരുന്നേ. അപ്പോഴും എനിക്ക് വെള്ളം കൊണ്ടുവരുന്ന ഇത് ചിന്തയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ ഉസ്താദ് കടയില്ലേ, അപ്പൊ സൈനിക്ക പറഞ്ഞു അവര്
പട്ടിണി കിടക്കുക. അപ്പൊ നിങ്ങളിങ്ങനെ ഓരോ പ്രാവശ്യം ഈ ചെറിയ ഇതിനകത്ത് വെള്ളം കൊണ്ടുപോയിട്ട് തന്നെ കാര്യം, വെള്ളം ഇനി എന്തായാലും അവർക്ക് ആവശ്യമുള്ളല്ലോ. ഓരോ പ്രാവശ്യം ഇങ്ങനെ പോയി ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ വണ്ടി വിളിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും കിട്ടിയല്ലേ, അത് കഴിഞ്ഞ് പിന്നെ അടിച്ചു കൊണ്ടുപോയ വെള്ളം കൊണ്ടുപോയാൽ പോരെന്ന് കഴിഞ്ഞു. അങ്ങനെ ഒരു ചിന്തയുടെ പുറത്താണ് ഇന്നലെ പുള്ളി പുതിയ ടാങ്ക് മേടിച്ചത്. നിർത്തിയില്ലാതെയാണ് മേടിച്ചത്. ഏതായാലും അല്ല നമ്മൾ ഇവരൊന്നും അറിയുന്നില്ലല്ലോ, ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ലല്ലോ. ഇന്നലെ മോട്ടർ ഇട്ടാണേലും വെള്ളവും കേറിയില്ല. ഇത്രയും 1.5 HP മോട്ടർ അവിടം വരെ വെള്ളം കേറിയില്ലെന്നേ. അത് തന്നെയല്ല, ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴാണ് പിന്നെ നമ്മുടെ അത്രയും കയറി കെട്ടിയത്. അതെ. പിന്നെ അവസാനം വണ്ടി നീക്കി മുകളിലേക്ക് കൊണ്ടുപോയി, മുകളിൽ നിന്ന് പിന്നെ ചേച്ചി ആ പാമ്പയെ കൂടെ ചെരിച്ചിട്ട് വെള്ളം ഇവിടെ എത്തിച്ചു. വെള്ളം എന്നിട്ട് എത്തിയില്ല, ഒരു 3/4 പ്രദേശം വരെ എത്തി. അവിടുന്ന് പിന്നെ അങ്ങോട്ട് പൈപ്പ് ഉണ്ടായിരുന്നു അങ്ങോട്ട് എത്താൻ ടാങ്കിലേക്ക്. ഞങ്ങള് മറ്റേ ബേസ് അല്ല ടാങ്ക് അല്ല പൈപ്പ് ഉണ്ടായിരുന്നു ടാങ്കിലോട്ട് എത്താൻ. ഇല്ലെന്നേ, അവിടെ വരെ കേറില്ല വെള്ളം. അതിന്റെ 3/4 വരെ കയറിയുള്ളൂ. പിന്നെ അത്രയെങ്കിലും എത്തിയില്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അവിടെ മറ്റേ ചെരുവം വെച്ച് ചെരുവത്തിന്റെ അല്ല അല്ല പിള്ളേര് പറഞ്ഞു നമ്മള് കണ്ടല്ലോ വെള്ളം കോരി ഒഴിക്കുന്ന ഒച്ചയാക്കാൻ. ഒഴിക്കുമായിരുന്നു ചെയ്തേ. വെള്ളം ഇല്ലെങ്കിലത്തെ അവസ്ഥ അല്ലേ. അയ്യോ വേറെ എന്തെങ്കിലും പട്ടറി ആണെങ്കിലും കുഴപ്പമില്ല, അത് ആഹാരം ഇല്ലേലും. ഇന്നലെ എന്നിട്ട് രാവിലെ തൊട്ട് നിങ്ങൾ വെള്ളം കുടിക്കാണ്. വെള്ളം കുടിക്കാൻ 3 ലിറ്റർ വെള്ളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എവിടെ കുടിക്കാനാ? 3 ലിറ്റർ വെള്ളം കൊണ്ടാണ് വൈകിട്ട് വരുന്നത്. 5 ലിറ്റർ ഒന്നും ഇല്ല. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ നമ്മള് ടാങ്ക് ഒക്കെ കൊണ്ട് വെച്ചപ്പോഴേ, കഴിഞ്ഞ ആഴ്ച അല്ല ടാങ്ക് കൊണ്ട് വെച്ചേ, ടാങ്ക് കൊണ്ട് വെച്ചപ്പോ ഇങ്ങനത്തെ ഒരു ദുരന്തം ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല നമ്മളും പ്രതീക്ഷിച്ചില്ല. അല്ല ഇതിപ്പോ നമ്മൾ ഇത്ര ആയി പോകുന്നുള്ള ഒരു ചിന്തയില്ല. ഞാൻ വെള്ളത്തിന്റെ ഒരു അവസ്ഥ അറിയാൻ അന്ന് ചേച്ചിയുടെ കൊടുത്തി മോളി വരെ വന്നേ. അപ്പൊ അന്ന് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്നോട് ചേട്ടൻ പറഞ്ഞില്ല അതിന്റെ മോളിൽ കൊണ്ടുപോയി പൈപ്പ് ഇട്ടാ വെള്ളം കിട്ടും. അതെന്റെ ഉദ്ദേശം. നമ്മൾ അവിടുന്ന് വെള്ളം എടുത്തോണ്ടിരുന്ന, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം. അതല്ലെങ്കിൽ മോളി നമുക്ക് വെള്ളം എന്തായാലും കിട്ടുമെന്നുള്ള ഉറപ്പായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതും പറ്റിയില്ലേ? അതും പറ്റി. അവര് പോയി നോക്കി, പിള്ളേരൊക്കെ പോയി നോക്കിയായിരുന്നു. പോയി നോക്കിയിട്ടില്ല. പിന്നെ ഇങ്ങനെ തീരുമാനം എടുത്ത് ഇങ്ങനെ പിന്നെ 5-10 ലിറ്ററേലും മേടിച്ചോണ്ട് താഴെ വരാതെ എന്റെ സങ്കടവും വരുന്നുണ്ട്, ശരി വരുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയല്ല, മനസ്സിൽ സങ്കടവും വരുന്നുണ്ട്. ഈ വെള്ളത്തിന്റെ കാര്യം ഓർത്തിട്ട് ബാക്കിയൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് വട്ടറി നിൽക്കാം. ഈ വെള്ളം കുടിക്കാൻ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പോയാലും അവർക്ക് വേണ്ടേ. അല്ല അവിടെ മറ്റേ മുകളിലെ ഇതിന് മുകളിലോട്ടുള്ള തങ്കഞ്ചാന്റെ ഒക്കെ അവസ്ഥ ഇതിലും കഷ്ടമായിരിക്കും അല്ലേ? അല്ലല്ല, അവർക്ക് പിന്നെ വെള്ളം അവിടുന്ന് ഇവിടുന്ന് കിട്ടും. അവിടെ നിന്ന് പോയിന്നാ അവര് പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു വെള്ളം ഇല്ല. അവര് ഇതുപോലെ തന്നെ ടാങ്കി പിടിച്ച് വെച്ചേക്കുവാ. അതാ പറഞ്ഞ അവർക്ക് പിന്നെ രണ്ട് ടാങ്ക് ഉണ്ട്. നമുക്കും അങ്ങനെയായിരുന്നു. നമ്മളെ ഈ ടാങ്ക് ചോരുകയും ചെയ്യുമായിരുന്നു ഇത്. പിന്നെ ഞങ്ങളിങ്ങനെ ചൂടാർത്തിച്ച് അങ്ങനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു. പിന്നെ ശരിക്കും അതെന്തോ ഒരു അത്ഭുതം തന്നെയാ കേട്ടോ. കാരണം എന്നാ അറിയോ, ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വരേണ്ട ആളല്ല. ഞാനിന്നലെ ആ ക്യാമറ നോക്കുമ്പോ എന്ത് ചെയ്താ ക്യാമറ അനങ്ങുന്നില്ല. അപ്പൊ ഞാൻ എന്നിട്ട് ഇത് വേറെ നിവർത്തിയില്ല. അപ്പൊ മിനിഞ്ഞാന്ന് ഷിൻഡോ ചേട്ടൻ വന്നപ്പോ പുള്ളിയോട് ഞാൻ ചോദിച്ചു ഇതൊന്ന് അനക്കാവോ എന്നൊക്കെ ചോദിച്ചപ്പോ പുള്ളി അത് ഓഫാക്കി ഓണാക്കി ചെയ്തു. പക്ഷെ എന്നിട്ടും വർക്കാകുന്നില്ല. അപ്പൊ പിന്നെ നിവൃത്തിയില്ലല്ലോ. അതെ. അപ്പൊ പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ക്യാമറ എന്നാ പിന്നെ ഉരുക്കൊണ്ട് പോകാന്നുള്ള രീതി വന്ന. ഇവിടെ വന്ന് ക്യാമറ ഓഫാക്കി ഓണാക്കി കഴിഞ്ഞപ്പോ ക്യാമറ ശരിയാവും. അതായത് ഞാൻ എന്നെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി തന്നെ എന്തോ കേടായ പോലെ. എല്ലാം ദൈവം ആണ് നമ്മുടെ കൂടെ എപ്പോഴും കൊണ്ടുപോകാൻ. നമ്മളെത്ര പട്ടറി കിടന്നാലും നമ്മളെ ഇതുവരെ ദൈവം ഇങ്ങനെ വിട്ടിട്ടില്ല. അല്ല ഒരു കാര്യത്തിൽ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണേലും ഒത്തിരി പേരിങ്ങനെ ഇന്നലെ സൈനികായാണേലും പുള്ളി ആ സമയത്ത് പുള്ളി ആ രാത്രി 11:30 വരെ പുള്ളി ആ മെനക്കെട്ട് നിന്ന് ആരെയും അങ്ങനെ നിൽക്കുവോ? പുള്ളിയെ നമിക്കണം. സത്യം പറഞ്ഞു വേറെ ആരും നമിക്കില്ല. ബാക്കിയുള്ളവരൊക്കെ സാധനം മേടിച്ച് പോകുന്നല്ലാണ്ട് പുള്ളി എത്ര മര്യാദയുള്ളവരാണ്. ആയതുകൊണ്ട് പുള്ളി അത്ര കാലം നിന്നു. എനിക്കൊക്കെ എത്ര ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ പുള്ളി. അല്ല തമാശല്ല, ഞാൻ പൈസ സാധനം മേടിച്ചിട്ട് പൈസ ഞാൻ വിളിച്ചു കൊടുക്കുക ഇത്. ഇതൊക്കെ ഓരോരുത്തരെ മനസ്സിലാക്കാൻ കിട്ടുന്ന അവസരം. നാട്ടുകാർക്ക് മുഴുവൻ മേടിച്ച ആളാ. അവൻ പറഞ്ഞെ മേടിച്ചാൽ കൊടുക്കാതെ ചേട്ടൻ കൊടുത്തിട്ട് പറയാം. എന്റെ ചേട്ടൻ 2 കൊല്ലമായി പൈസ. സൈനിക്കാനെ നേരത്തെ പരിചയമുള്ള അല്ലേ? അവനെ കൊച്ചിനെ മതി ആണല്ലേ?
പുള്ളി ഒരു മര്യാദക്കാരനല്ലേ? അയ്യോ നല്ല മര്യാദയുള്ള മനുഷ്യനാ. ഇന്നലെ രാത്രിയാണെങ്കിലേ എത്ര സമയാ പുള്ളി നമുക്ക് വേണ്ടി നിന്ന്. എന്ത് കാര്യത്തിനും പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോ അത് ആദ്യം മോട്ടർ അടിച്ചിട്ട് കേറിയില്ലോ. മോട്ടറിന്റെ കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ചു പുള്ളി പുതിയ മോട്ടർ എടുക്കാൻ വേണ്ടി പുള്ളി മറ്റേ ചേട്ടനും കൂടെ താഴെ വരെ പോയി. അവിടെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ചാണ് ഈ മറ്റേ ഷിൻഡോ ചേട്ടൻ മോട്ടർ ബുക്ക് നോക്കിയപ്പോഴാണ് അതിന്റെ അത് അടഞ്ഞു കിടക്കുവാന്ന് മനസ്സിലായതും. ആ കല്ല് കയറി കഴിഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്കി, അങ്ങനെ ആരെയും ചെയ്യോ? അവന് പണ്ട് അവനെ സൂചിക്കണം. അതെ അതെ അതെ. പുള്ളി അങ്ങനെ കട്ടയ്ക്ക് നിന്നോണ്ടാട്ടോ നമുക്ക് ഇന്നലെ അത്രയും ചെയ്യാൻ പറ്റിയതേ. പുള്ളി തിരക്ക് പിടിച്ച് എനിക്ക് പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റിയല്ല. ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഒന്നും ചെയ്യാൻ പറ്റിയല്ല. വെള്ളം തിരിച്ചു കൊണ്ടോണ്ട. അതെ 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 അതെ. പുള്ളിയുടെ ടാങ്കിൽ കിടന്ന വെള്ളമാണ് പുള്ളി നമുക്ക് അടിച്ചു തന്നെ. ആ എന്തായാലും പുള്ളി അത് അടിച്ച് ആ ടാങ്കിലാക്കണമെങ്കിൽ അതിന് കറണ്ട് ചെലവൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ തരാനൊരു മനസ്സ് വേണ്ടേ? അപ്പൊ പുള്ളി ആ സംഭവം പെട്ടെന്ന് കേട്ടപ്പോഴേ പുള്ളി പറയാ, ടാങ്കിന്റെ പൈസയെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, നീ സൽക്കാരം ഇപ്പൊ കാര്യം നടക്കട്ടെ, എത്ര പെട്ടെന്ന് അവര് രാവിലെ തൊട്ട് പട്ടിണി കിടക്കുമല്ലേ, സാധനം എടുത്തോണ്ട് പോകും എന്നുള്ള രീതിയിൽ. പിന്നെ അവന് എന്തോ ഒരു സഹായമാണ് ചെയ്യുന്നത്. നമ്മളൊന്നും അറിയുന്നില്ലെന്ന് മാത്രമേ. അതെ അതെ അതെ. അത് പുള്ളി അങ്ങനെ നിന്നോണ്ടാട്ടോ ഇന്നലെ അത്രയും പേര്. അങ്ങനെ പറഞ്ഞില്ല എങ്കില് നമ്മളെന്ത് ചെയ്യുന്ന ഞാനിങ്ങനെ ആലോചിച്ചേ, പിന്നെ ടാങ്ക് നമ്മളിവിടെ ഇറക്കി വെക്കുവോ, എന്നാ ചെയ്യണേ? വെള്ളവും കയറുന്നില്ല. പുള്ളി തന്നെ പെട്ടെന്ന് പുള്ളിയുടെ തന്നെ മോട്ടർ എവിടുന്ന് എടുത്തോണ്ട് വന്ന് പെട്ടെന്ന് നമുക്ക് നമ്മളെ വേറെ ഏത് കടയിൽ പോയാലും അവർ ആ സമയം കഴിഞ്ഞ് അവർ നിൽക്കുകയല്ല. ആരും നിൽക്കുകയല്ല. പണി നോക്കി അവര് പോകും. ഏതായാലും അത് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. അതെ അതെ. പുള്ളിയുടെ സ്വന്തം ആയതുകൊണ്ട് അതെ അതെ. പുള്ളി അതിനു വേണ്ടി മെനക്കെട്ട് നമുക്ക് വേണ്ടി ഉപകാരമായിട്ട് ചെയ്യുകയാണ്. അതെ. നമുക്ക് അതൊന്നും മറക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ നമുക്ക് ഉപകാരം ചെയ്യുന്നത് പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരം ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. അതൊക്കെ ഏതായാലും അവസാനം വെള്ളം കിട്ടി. ഇനിയിപ്പോ ഇത് എന്തായാലും എനിക്കും അത് ഓർക്കുമ്പോ കാര്യം സങ്കരമായാലും ചിരിയും വരും. അങ്ങനെയല്ല, ദൈവത്തിന്റെ അനുഗ്രഹം തൃപ്തി വരാനും ഞങ്ങളെ ഇത് വെള്ളമല്ലേ പഞ്ഞം ഇരിക്കുക, വെള്ളം കുടിക്കാം. എന്ത് ചെയ്തെന്നറിയോ, ഞങ്ങള് ഈ പിന്നെ ഷൈനുവിനെ വിളിച്ച് ഞങ്ങളല്ല പറഞ്ഞത്, നമ്മൾ ഈ താഴത്തെ ഷാവുണ്ടല്ലോ സാധനം കൊണ്ടുവന്നേ, അവനോട് വിളിച്ചു. അപ്പൊ അവനെ എന്നിട്ട് എന്നാ പണി കാണിച്ചു, അവൻ ഷിൻഡോയെ വിളിച്ചു പറഞ്ഞു, ഈ ഷൈനുവിന്റെ നമ്പറും കൊടുത്ത് അവനോട് പറയാൻ പറഞ്ഞു. അപ്പം അവനെന്നിട്ട് വിളിച്ചു, ഷൈനുവിനോട് പറഞ്ഞു. അന്നേരം ഷൈനു പറഞ്ഞു വെള്ളം കൊണ്ടേ കൊടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഉച്ചയാനായപ്പോ അവൻ പറഞ്ഞു കാനുണ്ടോ, കാനിന് അടപ്പുണ്ടോ എന്നൊക്കെ. ഇത് വെള്ളം മുകളിലേക്ക് കയറുമ്പോ തുളുമ്പി പോവുമല്ലോ. പോലും ആയിരിക്കും അങ്ങനെ ചോദിച്ചേ. എന്നെല്ലാം പറഞ്ഞു. ആദ്യം ബാരലിനകത്ത് കൊണ്ടുവരാനൊക്കെ വിചാരിച്ചാന്നേ. അപ്പൊ പിന്നെ ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പകുതി വെള്ളം കിട്ടുള്ളൂ, പകുതി പറമ്പിൽ പോവും, ഒരു ഭാരം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പിന്നെ ഇത്രയും മെനക്കെട്ട് വണ്ടി വിളിച്ച് പോകുന്നില്ല. അതുകൊണ്ട് വലിയ ടാങ്കി കൊണ്ടുപോകുന്നതാണ് നല്ലത്. പിന്നെ ഒരു വിവരവും ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങള് വൈകിട്ട് വിളിച്ചപ്പം പറഞ്ഞു 6 മണിയാകുമ്പോഴത്തേന് വെള്ളം കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് സമാധാനപ്പിടിച്ച് ഇവിടെ നിൽക്കും. ഞാൻ ഇന്നലെ ഇവിടുന്ന് പോയില്ലേ. അപ്പൊ ഞാൻ താഴെ ചെന്നപ്പോ ഷിൻഡോ ചേട്ടനെ കണ്ടു. പിന്നെയാണ് അപ്പൊ ഞാൻ ഓർത്തേ എന്നാ പിന്നെ ഏതായാലും പുള്ളി ഇതിനു വേണ്ടി എന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുക. എന്നാ പിന്നെ ആ കൂടെ അങ്ങ് കണ്ടതല്ലേ, നമ്മളിവിടെ വന്ന് കണ്ടതല്ലേ അവസ്ഥ, അവനെ കൂടെ വരാന്ന് വിചാരിച്ചു, അങ്ങനെ വന്നു. അതാണ്. ഇതിപ്പോ എത്ര ദിവസം കിട്ടുമായിരിക്കും വെള്ളം? അല്ലേ? തിരുമ അടയ്ക്കണം. നമുക്കിനിയിപ്പോ ഈ വാതിലിന്റെ പണിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഇനിയിപ്പോ വെള്ളം നമുക്ക് അടിക്കാം. അല്ല അതിന്റെ കാര്യം ചെയ്താൽ മതി. ഇപ്പം വെള്ളം ഉണ്ടല്ലോ, അവര് വരുവാണെങ്കിൽ എന്നാ വരുന്നതെന്ന് അറിയത്തില്ല. അവര് വരുവാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇനിയിപ്പോ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ അവളെ ഒഴിവാക്കണ്ട. അല്ല നമുക്ക് വെള്ളം അടിക്കാം, അല്ലാണ്ട് ഇപ്പൊ വേറെ നിവൃത്തിയില്ലല്ലോ. നമുക്ക് പാത്രമുണ്ടല്ലോ. അതെ അതെ. നമുക്ക് എങ്ങനെയാലും നിറച്ചു വെച്ചിട്ട് നമുക്ക് എങ്ങനെയാലും പണി നടത്താം. വാതിലിന്റെ പണിക്ക് ഇങ്ങനെ ആളുകൾ എൻക്വയറി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വാതിലിന്റെ പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യാതെ നിൽക്കുന്നത്. അല്ല നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. അതെ അതെ അതെ. നമുക്കൊരാൾ അവര് സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. അതെ അതെ. എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് മതി വരൂല. അല്ല അവിടെ എല്ലാരും ഉണ്ടായിരുന്നല്ലോ. ജയ്മോൻ ചേട്ടൻ മറ്റേ ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളി ഉണ്ടായിരുന്നു, സൈനി ചേട്ടൻ ഉണ്ടായിരുന്നു, ഷിൻഡോ ചേട്ടൻ ഉണ്ടായിരുന്നു. എല്ലാരും പണിയെടുത്തു. എല്ലാരും കൂടെ ഒരുമിച്ചല്ലേ. 4 പേരില്ലാണ്ട് ആ പണി നടക്കിയല്ലോ. 4 പേരില്ലാണ്ട് അതിൽ ഒരാൾ, ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരാൾ പറഞ്ഞാലും ഇതുപോലെ നടക്കുകയില്ല. 4 പേര് കറക്റ്റ് വേണമായിരുന്നു. അപ്പൊ ഇത് കറക്റ്റ് ഒത്തു വന്നാ 4 പേര്.
പുള്ളി മറ്റേ ഷിൻഡോ ചേട്ടന്റെ കൊടുത്തി അവിടെ വയനാട്ടിൽ നിന്ന് വന്നല്ലേ ജയ്മോൻ ചേട്ടൻ. പുള്ളിക്ക് വണ്ടി ഇല്ലാത്തോണ്ട് പുള്ളി വന്ന് 4 പേര് കറക്റ്റ് വേണമായിരുന്നു ഈ പണിക്ക്. ഒരാള് മോട്ടർ ടാങ്കിന്റെ അവിടെ നിൽക്കണം, ഒരാൾ നടക്ക് ഏപ്പ് പൊട്ടി പോകുന്നുണ്ടോ നോക്കണം, ഒരാൾ സ്വിച്ച് ഓൺ ആക്കണം, ഒരാൾ ടാങ്കിന്റെ അവിടെ നിൽക്കണം. അതെ അതെ അതെ. ഏതായാലും ആരാ പുള്ളി വന്നിട്ടുണ്ടല്ലേ. പുള്ളിക്ക് അങ്ങനെ പറമ്പൊക്കെ അറിയാം കറക്റ്റ്. ഇന്നലെ രാത്രിയിലൊക്കെ മോളിൽ നിന്ന് എന്തൊക്കെയോ നടക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാം. ഞാനാണെങ്കിൽ എമർജൻസിയും വിളിച്ച് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കും. ഇന്നലെ രാത്രിയേ അതെ എല്ലാരും കേട്ടു. കേട്ടു. ഈ അപ്പുറം കഴിയുന്ന കേട്ടെ. അലാറം അപ്പുറം ഒരു സൈഡിലല്ലേ വെച്ചിട്ടുള്ളൂ, അവിടെ വന്നാലല്ലേ അടിക്കുള്ളൂ. ഇവിടെ ഈ ഭാഗത്തുനിന്നാ വെച്ച കേട്ടെ. ടാങ്കിന്റെ നേരെ മോളിന്ന്, ടാങ്കിന്റെ ഒക്കെ നേരെ മുകളിലുള്ള പ്രദേശത്തുനിന്ന് ആണല്ലേ. അങ്ങനെയാണോ? ഓഹോ മനസ്സിലായി മനസ്സിലായി. അവിടുന്ന് വട്ടം കൊണ്ട് കടന്നു വരാം. ഏതായാലും ഇന്നലെ രാത്രി കുഴപ്പമൊന്നുമില്ലാണ്ട്. ഞാനേ രാത്രിയൊക്കെ ഈ പറമ്പിലൊക്കെ അല്ല പാമ്പുണ്ടോ ഒന്നും അറിയത്തില്ലല്ലോ. ടാങ്ക് പുള്ളി താഴേക്ക് കൊണ്ടുപോയി. ഇനിയും വെള്ളം അടിക്കണ്ടല്ലേ, അതുകൊണ്ട് താഴേക്ക് കൊണ്ടേ. അത് ഞാൻ തന്നെ പറഞ്ഞേ താഴെ കൊണ്ടേ വെച്ചാൽ മതി. ഇവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുമന്നോണ്ട് പോണ്ടേ, അതുകൊണ്ട് താഴെ കൊണ്ടേ വെച്ചാൽ മതി എന്ന് പറഞ്ഞ. മഴ പെയ്യാനുള്ള ഒരു പുറപ്പാടുമില്ലല്ലേ. വേനമഴ ഇല്ലെന്നോ? ഇനിയിപ്പോ വേനൽമഴയല്ല, ഇനിയിപ്പം ലാവരട്ടല്ലേ പെയ്യാൻ പാടില്ല. ഇന്ന് ഞാനിവിടെ എത്തപ്പോഴും വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആറായിട്ടോ. ഇന്നലെ ഞാനിവിടെ വന്നപ്പോഴും ഏകദേശം ഇതേ സമയം തന്നെയായിരുന്നു. അപ്പുറത്തെ വെല്ലിലും പോയിട്ടുണ്ട്. നമ്മുടെ അലാറം സിസ്റ്റം അടിക്കുന്നുണ്ടോ രാത്രി? അടിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മള് വെച്ചപ്പോ ഒരു 5-8 പ്രാവശ്യം അടിച്ചു ആണല്ലേ. പിന്നെ ക്യാമറയുടെ നമുക്ക് അറിയാൻ പറ്റിയ ക്യാമറയുടെ, പക്ഷെ അതിന്റെ മുമ്പിലോട്ട് അങ്ങനെ അധികം ഒന്നും വന്നിട്ടില്ല. ആളുകൾ വന്നൊക്കെ കിട്ടി, അല്ലാതെ മൃഗങ്ങൾ അങ്ങനെ വന്ന് കിട്ടിയിട്ടില്ല ഇതുവരെ. നോക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് നോക്കിയിട്ട് അത് മാറ്റി വേറെ എവിടെയും വെക്കാന്ന് വിചാരിച്ചിരിക്കുക. 2-3 ദിവസം കൊണ്ട് നോക്കിഞ്ഞിട്ടേ നമുക്ക് ഞാനിപ്പോ അപ്പുറത്തോട്ട് മുകളിലോട്ട് വെച്ചാലും കിട്ടും. അതെ അതെ. ഈ അലാം സിസ്റ്റം വന്നതിന് ശേഷം എങ്ങനെയുണ്ട്, എന്താണ് അഭിപ്രായം പറഞ്ഞ്? അഭിപ്രായോ? ഇത് വന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉറക്കമുണ്ട്. ഉള്ളത് പറഞ്ഞാൽ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലേ. കുറച്ച് ഉറങ്ങുള്ളൂ, പിന്നെ ഉറങ്ങിയല്ല. മറ്റേന്ന് പറഞ്ഞാൽ രാത്രി ഇങ്ങനെ ഓരോ ഒച്ച കേൾക്കുമ്പോ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല. പേടിച്ചിട്ടല്ലേ ഉറങ്ങാൻ പറ്റൂല. കാരണം ഈ എന്തെങ്കിലും ഒച്ച കേട്ടാ മതി, ഒരു എലി ചാടിയാ മതി, ഉറക്കം പോകും. അല്ലെ ഒരു കമ്പ് ചാടിയാ മതി. പേടിച്ചിട്ടാ കിടക്കുന്നത്. അതെ. ഇത് വന്നതിന് ശേഷം വന്നാലൊരു ഇവനൊരു ഒച്ച വെക്കൂല്ലോ, നമുക്കൊരു ഒച്ച ഉള്ളതുകൊണ്ട് ഇതുണ്ടെന്നുള്ള വിശ്വാസത്തിലല്ലേ. അത് തന്നെ. അപ്പൊ എന്തേലും വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പല പ്രാവശ്യം ഇത് അടിച്ചു പോലെ അല്ലേ? അടിച്ചു. എനിക്ക് അതേ പേടിയുള്ളൂ. ഞാൻ കിടന്നാ ഉറങ്ങും. എന്റെ ചേച്ചിയാണല്ലോ ധൈര്യമുള്ള ആളല്ലേ? ധൈര്യമുള്ള ആള് ഞാൻ തന്നെയാ. എനിക്കൊരു ധൈര്യവും ഇല്ല. പേടിയെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ ആയിട്ട് കാര്യമില്ല. അതെ, ഒരാൾ ഇച്ചിരി ധൈര്യം വേണ്ട അല്ലേ? ഒരാളാണായാലും പെണ്ണായാലും ഒരാളും നന്നായാലും വേണ്ട, അല്ലെ ഇവിടെ ജീവിച്ചു പോകൂല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് കഴിഞ്ഞ ദിവസം. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ശനിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പോയിട്ടാണ് ഈ നടന്ന സംഭവങ്ങളെല്ലാം നടന്ന്. ഇന്ന് ശനിയാഴ്ച ഞാൻ വീണ്ടും ഇവിടെ വന്നതാണ്. കാരണം ഇന്നലെ നമ്മളൊരു വീഡിയോ ആക്കാനായിട്ടോ ഒന്നും ഉദ്ദേശിച്ച് വന്നതല്ല. പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് ആളുകൾ അറിയണം, കാരണം ഇവരുടെ ബുദ്ധിമുട്ടെങ്കിലേ നമുക്ക് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സംവിധാനം വെച്ച് ഞാൻ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് കേട്ടോ. ഇതാണ് ഇന്നലെ ഇവിടെ നടന്ന കാര്യം. ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. ദുഃഖം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടാങ്കൊക്കെ കൊണ്ടുപോയി കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെള്ളം വീഴാനില്ലാണ്ടായിപ്പോയി എന്നുള്ളൊരു ദുഃഖമുണ്ട്. പിന്നെ ഇന്നലെ വന്നപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഇവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റിയത്. അതൊരു ദുഃഖം. സന്തോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഒരു പരിപാടിയുടെ ഭാഗമാകാനായിട്ട് പറ്റി. രാത്രിക്ക് ഇത്തിരി മെനക്കെട്ടാൽ പോലും ആ വെള്ളം ഇവിടെ എത്തിക്കാനായിട്ടുള്ള അവരുടെ കൂടെ കൂടാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതിലും എനിക്ക് സന്തോഷമുണ്ട്. ഇവർക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട്. കാരണം കുറച്ച് നാളുകളായിട്ട് നമ്മളിവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് മലയോര പ്രദേശത്തെ അല്ലെങ്കിൽ മലമുകളിലൊക്കെ താമസിക്കുന്ന ആൾ ജീവിക്കുന്നത്. ഇവർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനവും ഇവിടുത്തെ
ഭരണകൂടങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ. ഇത്ര മുകളിൽ കിടക്കുന്നവരൊക്കെ അങ്ങ് പാടെ അവഗണിക്കുകയാണ്. എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്ത് ഇവർക്ക് വെള്ളം എത്തുന്നുണ്ടോ എന്നുള്ള ആരും അന്വേഷിക്കുന്ന പോലുമില്ല. ആളുകൾ സ്വയം വെള്ളത്തിനുള്ള മാർഗം കണ്ടെത്തിക്കോണം. ഇതാണ് അവസ്ഥ. സിറ്റികളിലും ടൗണുകളിലും ഒക്കെ ഉള്ളവർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതേ അവഗണന തന്നെയാണ് വന്യമൃഗങ്ങളുടെ കാര്യത്തിലും എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വനത്തിനോട് ചേർന്ന് കിടക്കുന്നവർക്ക് ഒരു നിയമവും സിറ്റിയിൽ കിടക്കുന്നവർക്ക് വേറെ ഒരു നിയമം. ഏതായാലും ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഇതൊക്കെ ഒരാൾക്കാർ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു, അത് കാണിച്ചു. ഇത്ര മാത്രമല്ല ഇന്നലെ ഞാൻ ഇവിടെ നിന്നപ്പോഴൊക്കെ നമ്മുടെ ജിഷോയുടെ അലാം സിസ്റ്റം ഈ ഒരു കശുമാവ് ഇതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ക്യാമറ നമ്മൾ അങ്ങ് ടോപ്പിലായിട്ട് ആ ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്യാമറ ഉള്ളതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞതും അത് കേട്ടപ്പോഴും സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. ജിഷോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ജിഷോയ്ക്കുള്ളൊരു ക്രെഡിറ്റ് പോയിൻറ്റും കൂടെയാണ്. ജിഷോയുടെ സിസ്റ്റം ഇവിടെ എന്ത് വന്നാലും അടിക്കുന്നുണ്ട്. രാത്രി ഇത് ഇടയ്ക്കിടയ്ക്ക് കിടന്ന് അടിക്കുന്നുണ്ടെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു. അതുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം പേടിയില്ല അവർക്ക്. കാരണം ഇതടിച്ചാൽ മൃഗങ്ങൾ പോകും എന്നുള്ളൊരു ധൈര്യത്തിൽ സമാധാനത്തോടെ അങ്ങ് കിടക്കുകയെന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാമല്ലോ വാതിലും കാര്യങ്ങളുമൊക്കെ ഇല്ലാത്തൊരു വീടും കൂടെയാണ്. അതിൽ നമ്മൾ അധികം താമസിക്കാതെ വാതിലിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമാക്കണം. പണിക്കാരെ കിട്ടാത്തതുകൊണ്ടാണ് അത് പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാത്തത് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.